ഒരാള് വെളിച്ചെണ്ണ തേച്ച് 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി. ബട്ട് അയാൾക്കൊന്നും പറ്റിയില്ല. എന്തുകൊണ്ട്? ഇവിടെ അർജുന അശോകനെ വിളിച്ചു നോക്കാം. അവന്റെ തെറിയൊക്കെ പറഞ്ഞാലോ. എടാ ഞാൻ ഒരു ഇന്റർവ്യൂവിന്റെ നിന്നിട്ട് വിളിക്കണ്ട ഫോണെ ഫ്രണ്ട്. ഓക്കെ ഗ്യാസൊക്കെ അസുഖമാണോ? ആണോ? അതൊക്കെ ഒരു സുഖമല്ല. എന്ത് ചളിയാടാ സഭ. 72 സെക്കൻഡില് അയ്യോ 72 മിനിറ്റിൽ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ അല്ല, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പറയട്ടെ? എന്നാ അവരെ നോക്കണ്ട. അല്ല, എല്ലാവർക്കും പറ്റും. അന്തിക്കൂടം കമത്തി ഞാൻ നീളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. കൊമ്പന്മാരുടെ എനിക്കറിയാം ഇത് എങ്ങോട്ടാ. അസാധു ചോദ്യം തീർക്കാതെ ഒരിക്കലും. ഹലോ, വെൽക്കം. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ബസ് റെഡി, ജിഞ്ചർ മീഡിയ ബസ് റെഡി എന്നാ താൻ ബസ് റെഡി എന്ന് പറയുന്ന നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. വെൽക്കം. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആരാണ്? ഏത് ടീമാണ്? പറയും. കൊണ്ടലിന്റെ ടീമാണ് വന്നിരിക്കുന്നത്. ഒരു റിവെഞ്ച് ഡ്രാമ അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്തോ ഒരു ഉത്സാഹം ഇല്ലേ പറഞ്ഞപ്പോഴത്തേക്ക്? എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം നമുക്ക് വെൽക്കം ചെയ്യാം ദ ഹോൾ ടീം ഫ്രം ഹിയർ. പറയൂ, ഫസ്റ്റ് ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഹായ്, എൻ്റെ പേര് സിറാജ്. കൊണ്ടലിലെ ഒരു ആക്ടറാണ്. ഡിക്സൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. യെസ്. ഞാൻ ശരത് സഭ കൊണ്ടലിലെ പണ്ടാരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തത്. ഓക്കെ, പപ്പേ പറയൂ. ഹായ്, ഞാൻ കൊണ്ടലിൽ മാനുവൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. യെസ്. My character is Reena. I played the female lead, his wife. Done. ഹായ്, ഞാൻ അഫ്സൽ. കൊണ്ടലില് ബംഗാളി എന്ന് പറഞ്ഞ ക്യാരക്ടർ. എന്താ അടിപൊളി, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്നാ താൻ ബസ് റെഡി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒന്ന് കൈ അടിക്കോ പ്ലീസ്. അല്ല, അതിനു മുന്നേ ഇവരുടെ കളർ കോർഡിനേഷനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. വൈറ്റ് 2 പേര്, ഒരു ടീം ബ്ലാക്ക്, പിന്നെ അതിന്റെ ഒരു എന്താ പറയാ ഒരു പില്ലർ ആയിട്ടൊരു പ്ലാനിങ്. രണ്ട് പിശാചുക്കളുടെ ഇടയിൽ ഒരു അപ്പൊ ഇനി ആദ്യം ചെയ്യേണ്ടത്, റൂള് പറയുന്നതിന് മുമ്പ് 2 ടീമുണ്ട്, ഞങ്ങളും 2 പേരുണ്ട്. ഞാൻ ഒരാളുടെ ടീമാവണം. ഏത് ടീമാകണം? അപർണ ഒരാളുടെ ടീമാവണം. അത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ അവരുടെ ടീം. എന്നാ ഞാൻ അവരുടെ. അപ്പൊ റൂള് പറയാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു വെച്ചു. ആ ചോദിച്ച് നിങ്ങൾ ആർക്കാണോ ആൻസർ അറിയാവുന്നത് ആ ടൈമിൽ ബസ് അടിക്കുക. റൈറ്റ്? ആൻസർ അറിയാമെങ്കിൽ മാത്രം. അത് തെറ്റാ പറഞ്ഞെങ്കിൽ പിന്നെ അവർക്ക് പറയാരുത്, പിന്നെ അവർക്കായിരിക്കും ഉത്തരം. റൈറ്റ്? ഇനി ആൻസർ തെറ്റിപ്പോയി നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വെച്ചോ, ഞങ്ങൾക്ക് പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റ് സെലക്ട് ചെയ്യാം, ഞങ്ങൾ എടുക്കുന്നു, ആ പോയിന്റ് തരുന്നു. ദാറ്റ് മൈറ്റ് ബി 0 ആയിരിക്കാം, 500 ആയിരിക്കാം, 1000 ആയിരിക്കാം, 1500 ആയിരിക്കാം. റൈറ്റ്? ഇനി നിങ്ങൾ വിന്നർ ആകുകയെന്ന് വെച്ചോ, നെക്സ്റ്റ് ടീമിന് ഒരു ടാസ്ക് കൊടുക്കാം. വിന്നർ അല്ല, പോയിന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു ടാസ്ക് കൊടുക്കുക. നിങ്ങളാണ് ജയിക്കുന്നെങ്കിൽ ഇവർക്ക് ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കണോ ശംഭു ചോദിക്കണോ? അതിനു മുമ്പ് നമുക്ക് കൊണ്ടൽ എന്താണ് മൂവിയെ പറ്റി. ശരിയാണ്, കൊണ്ടൽ നല്ലൊരു പടമാണ്. ഞാൻ പറയണ, കൊണ്ടൽ എന്ന് പറഞ്ഞ മൂവി ഒരു കടലിലൊരു 80% കടലിലാണ് ഷൂട്ട് ചെയ്തത്. കരയിൽ കുറച്ചുള്ളൂ. ഇതൊരു തീരദേശ അങ്ങനത്തെ ഒരു കഥയാണ്. പിന്നെ ബോട്ടിൽ മീൻ പിടിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരുടെ ഇതിനകത്ത് ഫാമിലി ഇമോഷൻസ് ഉണ്ട്, പിന്നെ ചെറിയ പ്രണയമുണ്ട്, കോമഡി ഉണ്ട്, പിന്നെ ത്രിൽ പരിപാടികളുണ്ട്, ഫൈറ്റ് ഉണ്ട്, ഒരു 5-6 ഫൈറ്റ് ഉണ്ട്. പിന്നെ അണ്ടർ വാട്ടർ സീക്വൻസുകളുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു അല്ലേ? തിയേറ്ററിൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ കടൽ ഇത്രയും ഫ്രെയിമിൽ 80% സിനിമയിൽ കടലാണ്. അപ്പൊ അത് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. മനസ്സിലായി. ഒരു മിക്സഡ് പരിപാടി എല്ലാം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഇതിനു വേണ്ടി നിങ്ങൾ നീന്തൽ പഠിക്കേണ്ടി വന്ന ആരെങ്കിലും ഉണ്ടോ? നീന്തൽ അറിയാം ഓൾറെഡി. എല്ലാവർക്കും അറിയാം.
ശരത്ത് ഇങ്ങനെ സിറാജ് എന്ന് അറിയാം, അത് മതി. ആ അത് മതി, അത് മതി, രക്ഷപ്പെട്ടാ മതി. പ്രതിഭയ്ക്ക് അറിയോ സ്വിമ്മിങ്? ആ എനിക്കും അറിയാം. അതുകൊണ്ട് കടലിൽ കൊണ്ടുപോയില്ല. അതുകൊണ്ട് മാത്രം കൊണ്ടുപോയില്ല, അതുകൊണ്ട് മാത്രമാണ് അല്ലേ? അപ്പൊ ഇത് സെപ്റ്റംബർ അവനറിയേണ്ട കാര്യമില്ല, പൊന്തി കിടന്നോളൂ. 13-നല്ലേ റിലീസ് വരുന്നത്? സെപ്റ്റംബർ 13-നാണ് റിലീസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഞാൻ തന്നെ തുടങ്ങാം. ഇത് എല്ലാവരും ബസർ അറിയത്തില്ലെങ്കിൽ ഞെക്കരുത്, കൈ പിടിച്ചോ അളിയാ, നമ്മളൊരു ടീം അല്ല, നമ്മളൊരു ടീമാ. ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? നമ്മളിങ്ങനെ ഇങ്ങനെ. അപ്പം ടീമിനോടാണോ ക്വസ്റ്റ്യൻ ചോദിക്കുക? അല്ലല്ല, രണ്ടുപേരോട് കോമൺ ആയിരിക്കും. കോമൺ ആയിട്ടാ ആർക്കും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ആ. ജസ്റ്റ് കൂടെ ഉണ്ടെന്ന് മാത്രം. നീ ചോദിക്കുന്നതിന്റെ ഉത്തരം അറിയാം. അറിയാം, ഞാൻ ചോദിക്കുന്നത് രക്ഷപ്പെട്ടെന്നൊക്കെ. ഈ അപ്പേ, ചോദിക്കാൻ ഓക്കെ പോകുന്ന ഓക്കെ ചോദ്യം സെറ്റാണ്. ഇപ്പൊ ചോദിക്കാൻ പോകുന്ന ചോദ്യം കുറച്ച് കോമൺ, എല്ലാരും കേട്ടിട്ടുള്ളൊരു ചളി കുസൃതി ചോദ്യമാണ്. ഓക്കെ, ചളി. ഒരു മുത്തശ്ശി പല്ല് തേക്കുകയായിരുന്നു. പെട്ടെന്ന് ആ മുത്തശ്ശി മരിച്ചുപോയി. കാരണം എന്താണ്? ഇതെനിക്കറിയാം. ഒരു മിനിറ്റ്. മറ്റേ മുത്തശ്ശി പല്ല് തേക്കിയായിരുന്നു, പെട്ടെന്ന് മുത്തശ്ശി മരിച്ചുപോയി. കാരണം എന്ത്? കാരണം മറ്റേ ബസർ അടിച്ചിട്ട് ഉത്തരം ബസർ അടിച്ചിട്ടേ പറയാവുള്ളൂ, അല്ലെങ്കിൽ ഫുള്ള് പോകും. അതെ, ഇത് ഉപ്പിന്റെ മറ്റേ ഇത് പൊട്ടിയിട്ട് പല്ല് തേപ്പായിട്ട് എന്തായിരുന്നു? അമ്മിട്ട് പൊട്ടി പല്ല് തേക്കുന്നത് എന്ത് വെച്ചിട്ടാ? പൊട്ടിയിട്ട് പേസ്റ്റ് വെച്ചിട്ടാ, ബ്രഷ്. പക്ഷെ അതൊക്കെ വെച്ചിട്ട് മറ്റേ ഏതോ കോൾഗേറ്റിന്റെ എന്ത് ആ സംഭവം എന്ത് അമ്മിട്ട് പൊട്ടിയിട്ട് മരിച്ചു. എന്തോ ഒരു സ്ക്രിപ്റ്റ് വരുന്നുണ്ടാവും. ഓക്കെ, അതല്ലല്ലോ കഴിഞ്ഞില്ലേ? അല്ല മറ്റേ കോൾഗേറ്റ് ആ ഫുള്ള് പരസ്യം ഞാൻ കണ്ടില്ല. ഫുള്ള് എന്തോ അമ്മിട്ട് പൊട്ടിയിട്ട്. തീപ്പെട്ടിയാ? അല്ലല്ല, തീപ്പെട്ടി അല്ല, ഈ കോൾഗേറ്റ്. ശരിയാണ്. ഇതിന്റെ ബാക്കി ഫില്ല് ചെയ്യാൻ അറിയാമെങ്കിൽ ബസർ അടിച്ചിട്ട് പറഞ്ഞു. അവർക്ക് പോയിന്റ്. അതെ അതെ. ഉത്തരം എന്താ പകുതി? ഉന്മേഷത്തിന്റെ അമിട്ട് പൊട്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും പോയിന്റ് പകുതി എന്നൊക്കെ നമ്പർ പറഞ്ഞാൽ മതി. 14. ഗസ് ചെയ്യുന്നോ? ഞാൻ ഇടയിൽ കൂടെ കണ്ടു. സന്തോഷിക്കാം കുറച്ച്. കുറച്ചുള്ളൂ. ഏതെങ്കിലും പിടിച്ചോ. അവിടെ നേരത്തെ പോയിന്റ് കള്ളക്കളി. 13 പറയാം. 3 പറഞ്ഞല്ലേ ഓൾറെഡി? അത് കള്ളക്കളി കേട്ടോ. 13. ഓ ഇതോ കാണിച്ചു കൊടുത്തില്ലേ? എല്ലാ ഏരിയയിലും ഒന്നുമില്ല. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അല്ലേ? ഇനി ഉണ്ടല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ടാസ്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കും ഉത്തരം പകുതി ആയതുകൊണ്ട് ടാസ്ക് നമുക്ക് വേണ്ടാന്ന് വെക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പൊക്കോളൂ. എല്ലാം ആകെ പ്രതിഭയ്ക്ക് വേണ്ടി മാത്രം 2 ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്. അല്ല നിങ്ങൾക്കും പറയാം. ഓക്കെ, വളരെ ബസർ കൈ വെച്ചോ. വെച്ച് അറിയാവുന്ന വെരി ഈസി ക്വസ്റ്റ്യൻ. നീ വെച്ചോ. എല്ലാ കിച്ചണിൽ കാണുന്ന 3 അസുഖങ്ങൾ ഏതൊക്കെ? അസുഖം, ഡിസീസസ് 3 diseases that you can see in kitchen. ഷുഗർ, പിന്നെ സ്റ്റാച്ചു ആയി. 10 സെക്കൻഡേ ഉള്ളേ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകും. പിന്നെ 2 പോയിന്റ് ആയി പോകും. അടിച്ചോണം കേട്ടോ, അറിയാൻ കയറിച്ചോ. 10 സെക്കൻഡ് കഴിഞ്ഞ് 2. അല്ല അങ്ങനെയുള്ളതല്ല, എന്ത് ഫണ്ണായിട്ടുള്ള ഷുഗർ ഉണ്ട് കിച്ചണിൽ. ഷുഗറിന്റെ കൂടെ തന്നെയുള്ള ഡിസീസസ്. 10 സെക്കൻഡ് ആയി, അടിച്ചോ. അടിക്ക്. 10 സെക്കൻഡ് കഴിഞ്ഞിട്ടാ. ഇനി നിങ്ങൾക്ക് പറഞ്ഞു പ്രഷർ. Salt content in body. അല്ലേ? അല്ലല്ല, അങ്ങനല്ല. ഫണ്ണി But it's kind of like, the word should be the illness itself. Like ഷുഗർ, പ്രഷർ. അതൊക്കെ രണ്ടുപേരും ഇപ്പൊ പറഞ്ഞു. ഇനി ഒരെണ്ണം പറയുന്ന ആള് ആ ടീം ജയിക്കും. അയ്യോ. ഷെയർ ഗ്യാസ്.
അടിക്കണം, ഗ്യാസ് അടിച്ചു, അടിച്ചു പറഞ്ഞു. അതൊന്നും ഞങ്ങളാണല്ലോ ആദ്യം അടിച്ചത്. ഞങ്ങൾ അതിനു മുൻപ് അടിച്ചു നിന്നാണല്ലോ. ഇത് ഷെയർ ഉണ്ട്. രണ്ടുപേരും ഓരോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഗ്യാസ് ഇവിടെ പറഞ്ഞു. അപർണ പറഞ്ഞു ഇനി ഒരാൾ പറയുന്ന ഒരു വിന്നർ ആവും. ഗ്യാസ് ഞാൻ പറയുന്ന ക്ലൂ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ കാണിച്ചാൽ ഞാൻ ആദ്യം തൊട്ട് എനിക്കറിയില്ല, പറഞ്ഞു നോക്ക് ചിലപ്പോ. പിന്നെ പറയാം 3 ഗ്യാസ് ഒക്കെ അസുഖമാണോ? ആണോ? അസുഖ അതൊക്കെ ഒരു സുഖമല്ലേ? അത് ആ ഭാഗത്തുനിന്നായിരിക്കും അല്ലേ? കിട്ടിയതാ ഇങ്ങനത്തെ സഭ ടാസ്ക് കൊടുക്കണോ പെപ്പെ? ടാസ്ക് കൊടുക്കണോ? വിന്നർ വരില്ലേ? വിന്നർ ഇവരല്ലേ? 2 ടാസ്ക് ചെയ്യണം നിങ്ങള്. 2 ടാസ്കോ? ഒരു ടാസ്ക് സിറാജ് പാടിക്കളി. എന്നാ ഒരു കഥ പറ. ഉണ്ടാക്കി സ്കൂളിൽ പഠിച്ചൊരു കഥ. ബാക്കി സിറാജ് കണ്ടിന്യൂ ആണ്. ഇപ്പൊ പറയണം. ഒരു കഥ ഷെയർ ചെയ്ത് പറയാട്ടോ. ഞാനൊന്നും തുടങ്ങാൻ. ഒരു മരത്തില് കുരുവിക്കൂട് ഉണ്ടായിരുന്നു. ആ കുരുവിക്കൂടിൽ ഒരു അമ്മക്കിളിയും നന്നായി താമസിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പരുന്ത് ആ വഴി വന്നു. പരുന്തിന് ഒരാഗ്രഹമുണ്ടായിരുന്നു. ആഗ്രഹം സിറാജ് അമ്മക്കിളിയുടെ പരുന്തിന്റെ ആഗ്രഹം ആ കൂട്ടിലുണ്ടായിരുന്ന കുഞ്ഞു കിളിയെ തിന്നണോ. അമ്മക്കിളി അതിന് സമ്മതിക്കുമോ? ഇല്ല. ഗാഡിയെ പോലെ കൂട്ടിന് പുറത്ത് നിൽക്കുക. ശിവൻ കിടന്ന് പരണ്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. കറങ്ങി എനിക്ക് ചിരിക്കാൻ പറ്റുന്നു. ചിരിക്കുമ്പോ ചുമയായിട്ടായിരുന്നു. അതുകൊണ്ട് ഇനി അതിന് സമ്മതിക്കുമോ? അവർക്ക് ക്ലാപ്പ് കൊടുത്ത്. എനിക്കതല്ല, കിളിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം കട്ടച്ചളിയാണേ. കട്ടച്ചളി. ഒരാള് വെളിച്ചെണ്ണ തേച്ച് 10ാം നിലയിന്ന് താഴോട്ട് വീണു. ചാടി. ചോദ്യം കഴിഞ്ഞില്ല. അസാധു. ചോദ്യം കഴിഞ്ഞില്ല. ചോദ്യം കംപ്ലീറ്റ് ആയിട്ടില്ല. എന്താ അസാധു ചോദ്യം തീർക്കാതെ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിലോ? It's okay. അതല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പോയിന്റ്. അല്ല ചോദ്യം ഈ ചോദ്യം ചോദിക്കുക തീരുന്ന അപ്പൊ തന്നെ നിങ്ങൾ ബസ് അടിക്കുക. ചോദിക്കുക. ഇതിലിവിടെ ബസ്സറടിയിലാണ് ഇരിക്കുന്നത്. ഈ ചോദ്യം മാറ്റിയില്ലേ? ഒരാള് വെളിച്ചെണ്ണ തേച്ച് 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി. ബട്ട് അയാൾക്കൊന്നും പറ്റിയില്ല. എന്തുകൊണ്ട്? ഇവിടെ പാരഷൂട്ട് വെളിച്ചെണ്ണ. നമ്പർ പറ. ഇഷ്ടമുള്ളത് 12. സന്തോഷിക്കാം. ഉണ്ട്. അയ്യോ പണി. അയ്യോ എന്തൊക്കെയോ ടാസ്ക് ഉണ്ട് കേട്ടോ. അതല്ല, ടാസ്കിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞാൽ അവര് മറക്കത്തില്ല. അല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ടാസ്ക് കൂടി ഉണ്ട് അവർക്ക് കൊടുക്കാൻ. ഇല്ല, അത് കൂടി കൂട്ടിയിടിച്ച് പോയി. ആദ്യത്തേല് ഞങ്ങൾക്ക് ടാസ്ക് ഉണ്ട്. ആദ്യത്തേല് നമ്മൾ രണ്ടുപേരും സ്കോർ ചെയ്തു. ഒരു ടാസ്ക് എന്ത് കൊടുക്കാന്ന് ആലോചിക്കോ? പാടും. നീ അറിയുന്ന പാട്ടോ? ഏത് പാടാകട്ടെ, ഏത് സോളോ ആയിട്ട് ഗ്രൂപ്പ് സോങ് ആണോ? ഞങ്ങൾ എത്ര പെട്ടെന്ന് കഥ പറഞ്ഞേ. അതെ, ഓക്കെ പാടി. 10 സെക്കൻഡേ ഉള്ളൂ. 3, 4 എങ്ങനെയുണ്ട് ഞങ്ങളുടെ ടീം? എങ്ങനെയുണ്ട്? ഗംഭീരം.
രണ്ട് ടീം ഒന്നും പറയാനില്ല. എന്നാണ് തെറ്റാണ്. പ്രശ്നം ഇരിക്കുന്ന ഇവിടെ തമിഴ് കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഇത് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ഓ കാക്ക കാക്ക അറിയില്ലേ ABCD എന്നൊക്കെ അറിയാലോ. കാക്കൈ. കക്കൈ കക്കൈ എന്ന് പാടേണ്ടി വന്നേനെ. കൂടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ്സ് എ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ അല്ല, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പറയട്ടെ? എന്നാ അവരെ നോക്കണ്ട. അല്ല, എല്ലാവർക്കും പറ്റും. ഓക്കെ, ഒരു ഇറ്റ്സ് എ തിങ്. അതെന്താന്നുള്ള കണ്ടുപിടിക്കാം. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ തിങ്. എന്താന്ന് കണ്ടുപിടിക്കാം. യു ഗെറ്റ് ഇറ്റ് റൈറ്റ്? ആ, സോ പറയാൻ പോവാണ്. ഹാഫ് സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, LA. എങ്ങനെ? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഹാഫ് സർക്കിൾ, ഹാഫ് യെസ്. വാവ്. നമ്മള് വലിയ എന്താ ഞാൻ കേട്ടില്ല. ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, LA. മാൻ, ശരി, IAS-ന് കൊക്കക്കോള ഉത്തരം വരുന്ന എന്തായാലും ഉണ്ടാവും ചോദ്യം. നന്നായിട്ട് ചൂസ് ചെയ്യണം കേട്ടോ. Okay. Yeah. 3 നമ്മളുടെ കയ്യിൽ CBSE പിള്ളേരുടെ ചോദ്യം 800 കിട്ടി. ഞാനൊന്നും പറയുന്നില്ല. But think twice. കൈവിടെ നിന്റെ രാശി എങ്ങനെയുണ്ട് നോക്കട്ടെ. 3 കൊറേ നേരം മൂന്നുമെട്ട് കളിക്കുന്ന മിക്കവാറും വട്ട പൂജയായിരിക്കും. നേരത്തെ എടുത്ത ബോക്സ് 2000 മില്യൺ ഇല്ല മോനെ. പൂഞ്ചി. ഞാൻ ആ സമയം ഒന്ന് കാണട്ടെ. ഞാൻ മര്യാദക്ക് പറഞ്ഞേ. ഒരു കോമഡി പറയട്ടെ? ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഫുൾ സർക്കിൾ. മര്യാദക്ക് ഞാൻ 5 മറ്റേ ഇത് പറഞ്ഞതാണ്. പോട്ടെ പോട്ടെ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അല്ല വേണമല്ലോ, എന്തൊക്കെയാ. നമുക്ക് ടാസ്ക് കൊടുക്കാം അവർക്ക്. അല്ല, ഇനി വേറൊരു സംഭവം പറയുന്നുണ്ട്. 1000 കിട്ടിയെങ്കിൽ ഈ 0 ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ട് ഒരു option. പുതിയ റൂള്. പറയട്ടെ? 1000 കിട്ടിയെങ്കിൽ മാത്രം കിട്ടി, ഞങ്ങൾക്ക് കിട്ടി. 10,000 ആക്കാൻ പറ്റും. ദേനാ? കിട്ടിയോ? ആ. ഓ മൈ ഓ ഗോഡ്. ഈ വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. കള്ളത്തരം. വെറുതെ പറയണതാണ്. ശംഖു അടുത്ത പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. അതിന്റെ പ്രാക്ടീസ് നടക്കുക. ഞങ്ങള് കാണിച്ചു തരുമല്ലോ അത്. നോക്കി. ഇപ്പൊ ഞാൻ മനസ്സിലായില്ലേ? ഓ മൈ ഗുഡ്നസ്. നമ്മളെടുത്ത് കാണിക്കാം. 3 അല്ല, ഇവിടെ മനസ്സിലായില്ലേ? വേറെ ഓപ്പോസിറ്റ് തുടങ്ങാം. നോക്കടാ. സെറ്റ് കളിയാ. ജയിച്ചട സഭ നിർത്തം വാ. ഓക്കേ. ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ. ടാസ്ക് കൊടുക്കും. ടാസ്ക് കൊടുക്കാം അവർക്ക്. അല്ല, അവരിങ്ങോട്ട് തരണം. അവരല്ലേ കൊക്കക്കോള ആ പറഞ്ഞു. ശരി. ഞങ്ങളാണ് ടാസ്ക് കൊടുക്കേണ്ടത്. അല്ല 0 കിട്ടി. 0 കിട്ടിയോണ്ട് മാറിപ്പോയതാണൊക്കെ. എന്നാ മിമിക്രി കാണിക്കേ. രണ്ടാള് മിമിക്രി കാണിക്കാൻ പറഞ്ഞ സിറാജ്. നീ തന്നെ. ഇഷ്ടമുള്ള ആൾക്കാരാണ്. ആറെണ്ണം സിറാജ് അടിപൊളി വയറിലോ. വെറുതെ എനിക്ക് അറിഞ്ഞില്ല. എനിക്കറിയാലോ. നീ ചെയ്യാറുണ്ട്, അത് ചെയ്താൽ മതി. അതാണ് ചെയ്യടാ. യെസ്. പുള്ളിനെ ചെയ്, അത് രസം. കറക്റ്റ് ഒന്നുമില്ല, നമ്മള് ചെറുത് വെറുതെ തമാശിക്കുന്നു. അത് മതി. നീ ചെയ്യ്, രസാണ്. നമുക്ക് അറിയുന്ന ചെയ്താൽ ടാസ്ക് ആവില്ലല്ലോ. നന്നായിട്ടുണ്ടായിരുന്നു. അത് ആബ്ജെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞില്ലേ നടക്കില്ല. എന്നാ വേറെ ചലഞ്ച് എടുത്തു. അതാണ് രണ്ടുപേരും ചെയ്യണ്ട. ഒരാൾ സഭയ്ക്ക് അറിയാമെങ്കിൽ വെറുതെ മോറൽ സപ്പോർട്ടിന്. സ്വന്തം ടീം തന്നെ പറഞ്ഞു ചെയ്യണം. അല്ല, ചിലപ്പോ എല്ലാവർക്കും അറിയാന്നറിയില്ല. ഈ അടുത്ത് തന്നെ സ്റ്റാർ ആയിട്ടുള്ള ഒരാൾ അരിൻ ജൂസ് പെരേരാണോ? അഫ്സൽ ഞങ്ങക്ക് മനസ്സിലായില്ല. I don't understand. ചലഞ്ച് ചെയ്യും. വീട്ടിൽ പോകുന്ന അറിയത്തില്ലെങ്കിൽ ഇതേ നീ രോമാഞ്ചത്തിൽ അഫ്സലിന്റെ അഫ്സലിനെ ചെയ്തിരിക്കുകയാണ്. നല്ല അടിപൊളി ചോദ്യമാണേ. നിങ്ങളൊരു ഐലൻഡിൽ അകപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു കത്തി മാത്രമുണ്ട്. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? The ending is കത്തി മാത്രമാണ്. only knife. How you trapped inside an island actually. You only have a knife. Malayalam song related answer. It's a clue. So
ഇറ്റ്സ് എ മലയാളം സോങ് റിലേറ്റഡ് ആൻസർ. ആ പറ. കത്തി കൊണ്ട് കുത്തും എന്നിട്ട് ചോര വരും. ആ ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം, ആ മരം കൊണ്ട് ബോട്ട് ഉണ്ടാക്കും, അവിടുന്ന് രക്ഷപ്പെടും. നീ തന്നെ പറഞ്ഞോ. പ്രതിഭ എന്റെ ക്ലൂ അടിപൊളിയായി പോയി. അവര് മണ്ടന്മാരാ, അവർക്ക് അറിയാതെന്താ. എന്റെ ക്ലൂ അടിപൊളിയായി. ഇഷ്ടമുള്ള എടുത്തോ. 5. അതാ അടുത്ത പൂജ ആയിരിക്കുള്ളൂ. പെപ്പേ, ഇത് നിന്റെ ഐഡിയ ആയിരുന്നു. 100. കിട്ടിയതാ വലിയ കാര്യമായിട്ട്. ഞങ്ങൾ വലിയ മുന്നേറ്റം ഇല്ല. എന്തോ എനിക്ക് ഭാഗ്യമില്ല, നിങ്ങളോട് പോവാൻ പറഞ്ഞു. ചോര വീണ എത്ര വലിയ ഇത്രയും ടഫ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടേ ടാസ്ക് ഇറ്റ്സ് ഓക്കെ. നമുക്ക് എല്ലാം തിരിയാനുള്ള സമയമുണ്ട്. അതെ, യെസ്. അപ്പൊ ടാസ്ക് കൊടുത്തോളൂ. പാട്ട് പഠിച്ചാലേ. ജിബ്രീഷിൽ പാട്ട് പഠിപ്പിക്കാം. ജിബ്രീഷിലൊരു പാട്ട് രണ്ടുപേരും പാടണം. ഐ ആം പ്രൗഡ് ഓഫ് മൈ ടീം. ഉത്തരവൊന്നും പറഞ്ഞില്ലെങ്കിൽ ടാസ്ക് ഒക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അടുത്തത് അതെ, നമ്മൾ പിന്നെയും ദ്വീപിൽ അകപ്പെടുവാണ്. അവസാനമില്ല. ഇത് വേണമെങ്കിൽ യു ക്യാൻ ആൻസർ. ഇൻ ആൻ ഐലൻഡ്. ഓക്കെ, പക്ഷേ രണ്ട് സാധനങ്ങളെ കയ്യിലുള്ളൂ. ഒരു മൊബൈൽ ഫോൺ, അതിന്റെ ചാർജാണ് തീർന്നു, ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലീഷും കൂടി ഉണ്ട്. പിന്നെ ഒരു ഹെഡ്സെറ്റും ഉണ്ട്. എങ്ങനെ രക്ഷപ്പെടും? ഒരു ചാർജ് തീർന്ന മൊബൈൽ ഫോണും ഉണ്ട്, ഒരു ഹെഡ്സെറ്റും ഉണ്ട്. I'll tell you. You are trapped inside an island. Okay? You want to somehow escape from the island. The only thing that you have is like one charger. No. One mobile phone and a headset, and the mobile phone doesn't have any charge, battery charge. How will you escape? Headset is there and mobile phone is there. അയലിന്റെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുക. എങ്ങനെയും വെള്ളത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് You have a mobile phone and a headset, and the mobile phone doesn't have any charge. You know? It's a funny. Too funny. It is a thing related to a brand. Brand ആണ്. You can relate that brand to that particular Okay. അത്ര മതി ക്ലൂ. അടിക്ക്. ബോട്ട്. ബാക്കി പറ. ബോട്ട്. ടീമിന് ബുദ്ധിയുള്ളവരുള്ളതുകൊണ്ട് ഞാൻ പുള്ളിക്കാരി കൂടെ ഞാൻ പോയി അവസാനത്തെ മനസ്സിലായില്ലേ? ആ ലെവലിൽ ചാർജ് തീർന്ന ഫോക്കസ്. അത് ചുമ്മാ കൺഫ്യൂഷൻ ആക്കാൻ ഇട്ടിരിക്കുന്നു. 11 എടുത്ത് നോക്ക്. 11 ട്രൈ. ദൈവമേ, പൂജ ആവാതിരിക്കണേ. അടുത്ത പൂജ്യം. ഈ ജീവിതം എന്തിന്? അല്ല, 1000 ഉണ്ടല്ലോ. നിങ്ങൾ കുറെ സീറോസ് ഉണ്ടോ? അത് ശരിയാ. ഇനിയിപ്പോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നല്ല നമ്പറുകളായിരിക്കും. നമ്മൾ സെലക്ട് ചെയ്യണം. സോറിടാ. ടാസ്ക് കൊടുത്തും എടുത്ത്. ഇവിടെ ഒന്ന് ഡാൻസ് ചെയ്യാൻ പറ. പാട്ടിടണം. ഡാൻസ്. ഞാൻ എന്റെ ഫോണിൽ ടാസ്ക് പറഞ്ഞ ഞങ്ങള് ചോര വീണ രണ്ടുപേരും പറ. കഥ പറയടി പുള്ളിക്കുയിലേ കായൽ തിരകൾ തിരിക്കുന്നു തകതി മിതവരെ കുട്ടനാടങ്കായലിലെ പാട്ടൊന്ന് പാടടി കടക്കറമ്പി അതിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ളും കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പക്കാ ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഒരു യുവതി, അൺമാരീഡ് ആയിട്ടുള്ള ഒരു ഗേൾ പാരൻസിൻ്റെ അടുത്ത് പോയി പറയുന്ന ഒരു ആൽഫബറ്റ്, കുറെ ആൽഫബറ്റ്സ് ഉണ്ട്. എന്തായിരിക്കും? കുറച്ച് അക്ഷരങ്ങൾ.
ഇംഗ്ലീഷ് ആൽഫബറ്റ്. മലയാളത്തിലാണ് അത് പറയുന്നത്, പക്ഷെ അത് ഇംഗ്ലീഷ് അക്ഷരം വരുമ്പോൾ മലയാളം പോലെ നമുക്ക് കേട്ടാ തോന്നും. ഇങ്ങനെ ക്ലൂ പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ പണ്ട് മറ്റേ ഓട്ടോഗ്രാഫ് ഒക്കെ എഴുതുമ്പം ഒരു സാധനം ഇങ്ങനെ എഴുതത്തില്ലേ? മലയാളം. ഓക്കെ ഓക്കെ ഓക്കെ. മലയാളത്തിലാണോ ആൽഫബറ്റ്? സിമ്പിൾ ഞാൻ പറയാം. ഒരു കല്യാണം കഴിക്കാത്ത യുവതി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോന്ന് വെച്ചു, ബസ്സിൽ കൈ വെച്ചോളിയാ, പേരൻസിന്റെ അടുത്ത് ചെന്നിട്ട് അച്ഛാ അമ്മേ അത് ഇംഗ്ലീഷ് വേർഡ്സ് കൂട്ടുമ്പോൾ അത് മലയാളം പോലെ തോന്നും. എന്തായിരിക്കും അച്ഛനോടും അമ്മയോടും പറയുക? അത് വേറെ ഇതില് മാരേജ് അല്ല അല്ല ലെറ്റേഴ്സ് ആണ്. ഇത് ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേറി പിടിച്ചേനായിരുന്നു കേട്ടോ. ശരിയാ ശരിയാ. അല്ല ബസ് അടിച്ചില്ല, പോട്ടെ. അടിച്ചില്ലല്ലോ, അവിടെ പൊത്തി പിടിച്ചിരിക്കും. അതിനെന്താ സമ്മതിച്ചില്ലല്ലോ. അതായത് ഈ യുവതി ചെന്ന് ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, അച്ഛാ അമ്മേ ആദ്യത്തെ അക്ഷരം പറയാം, എൻ എൻ എന്നെ കെട്ടിക്കൂ. എന്നേലും തുടങ്ങി അതങ്ങനെയാ പോയി കിട്ടുന്നവരോടൊപ്പം. എനിക്ക് പൂജ്യത്തിൽ നിന്നൊരു മോചനം. ഇപ്പൊ കാണാൻ 2 പൂജ്യം ഉള്ളെന്ന് തോന്നുന്നു. എനിക്ക് വയ്യാതെ എടുക്കാനെന്നൊക്കെ 2 പൂജ്യം ഉള്ളെന്ന് തോന്നുന്നു. 9 എടുത്താലോ? 9 ഞാൻ പറയുന്നത് എടുക്കുന്നേ. വേണ്ട, നീ പത്തെടുക്കാൻ ഞാൻ പറഞ്ഞാണോ? എടുക്കണം കേട്ടോ. ഞങ്ങളൊരു ടാസ്ക് വരട്ടെ. അയ്യോ ടീമിന്നല്ല, പൊതുവേ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഒരു ജനറൽ ടാസ്ക് ആണ്. ഫോണെ ഫ്രണ്ട് ആണ്. ആരെങ്കിലും വിളിച്ചിട്ട് നമ്മുടെ കൊണ്ടൽ മൂവി, അതായത് സെലിബ്രിറ്റി ഫ്രണ്ടിനായി ആരെങ്കിലും വിളിച്ചിട്ട് കൊണ്ടൽ മൂവി September 13th റിലീസ് ആവുകയാണ്, പണം വന്ന് കാണണം എന്ന് പറയണം. മൂന്നുപേരും ചെയ്യണോ? 3 പേരും ചെയ്യണം. 3 പേരും ഒരാളെ വിളിച്ചാൽ മതി. ഒരാള് മതി. 3 പേരും കൂടെ ഒരാളെ വിളിച്ചാൽ മതിയോ? പെപ്പെ വിളിക്കും. നമ്മുടെ പടത്തിലുള്ളവരെ വിളിക്കാമോ? വേണ്ടെന്ന് പറയണോ? വേണ്ടെന്ന് വിളിച്ചിട്ടെടുത്തില്ലെങ്കിലോ? അത് വിളിച്ചിട്ടെടുത്തില്ലേ കുഴപ്പമില്ല, ട്രൈ ചെയ്ത് നോക്ക്. അർജുന അശോകനെ വിളിച്ചു നോക്കാം. ആ വല്ല തെറിയൊക്കെ പറഞ്ഞാലോ? കട്ട് ചെയ്യാം. അല്ല, ഞാൻ ആദ്യം അവരുടെ അടുത്ത് പറയട്ടെ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പറഞ്ഞാൽ. എടാ, ഞാൻ ഒരു ഇന്റർവ്യൂവിന്റെ നിന്നിട്ട് വിളിക്കുന്ന ഫോണെ ഫ്രണ്ട്. ഓക്കെ, എടാ വേറെ ഒന്നുമില്ല, ടാസ്ക് ഇത്രേ ഉള്ളൂ. നമ്മുടെ പടം കൊണ്ടല് September 13 ഇറങ്ങണത്, അത് നിന്നെ അറിയിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, എവിടെ ഷൂട്ടിലാണോ? ഏത് പടാ? ഓക്കെ, അപ്പൊ അടിച്ചു പൊളിച്ച് ചെയ്യടാ. ഓക്കെ ബ്രോ, അപ്പൊ ശരി എന്നാ. ജനറൽ നോളജ് കുറച്ചു നേരം പ്രതിഭയ്ക്ക് വേണ്ടി. ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു. മൈ ഗോഡ്, ഞാൻ പോയെടുക്കാം. 10 നേരത്തെ എടുക്കാൻ ഇവിടെ ആരൊക്കെയും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലേ അത് പുള്ളി പറഞ്ഞായിരുന്നു, നീ എടുക്കാത്തത്. ഇത് നമ്മൾ ജയിച്ചു, ഇനി ഇപ്പൊ പറഞ്ഞ കാര്യം. അതാണ് പ്രശ്നം. ജനറൽ നോളജ് ആണ്. ഓക്കെ, ജനറൽ നോളജ്. കൈവച്ചോ. ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള മലയാളി നടൻ ആര്? ദുൽഖർ സൽമാനാണ്. അറിയാം. ദുൽഖർ സൽമാനാണെന്ന് അറിയാം. അപ്പൊ രണ്ടാമത്തെ ആളാര്? ടോവിനോ ആണോ? ആദ്യം അടിച്ചത് അവിടെയായിരുന്നു. പറഞ്ഞത് ഇവിടെയാണ്. ഇതിന് വേണ്ട, ഇത് അസാധുവായി. ക്യാൻസൽ. തർക്കിക്കാൻ റെഡിയായിരുന്നു. അത് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കണം, നല്ല. ശരി, അടുത്തത് ഈസി ആണോന്ന് ചോദിച്ചാൽ അതെ, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. ജപ്പാന്റെ തലസ്ഥാനം? ജപ്പാൻ. അടിച്ചു. ടോക്കിയോ. Come on bro.
ഏതെടുക്കും? എന്നാ വാ. സഭ പറ്റില്ല. എന്നെ കെട്ടിക്ക് പറഞ്ഞില്ലേ? എന്തായാലും രണ്ടും ഒരു സിനിമ തന്നെയാണല്ലോ. പോട്ടെ. അവര് 200 is fine. Okay, next question. Alright. ഒരു പുഴയുടെ തീരത്ത് 5-6 കിളികൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഇങ്ങനെ കിച്ച് 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 എന്ന് പറഞ്ഞു. 6 കിളികൾ. ആ, അത് കിളിയല്ല. അടി പിച്ചിനുള്ള മാന്ത. 6 കിളികൾ ഇരിക്കുവായിരുന്നു. അതില് 5 കിളികളും പറന്നുപോയി. ഒരു കിളി മാത്രം പറന്നുപോയില്ല. എന്താ? 5-ല് 4 കിളികൾ പറഞ്ഞു. അല്ല, 6 കിളികളുണ്ട്. അതിൽ 5 എണ്ണത്തിലല്ല എണ്ണം പറന്നുപോയി, ഒരെണ്ണം പറന്നുപോയില്ല. എന്തുകൊണ്ട്? അത് വേറൊരു ടൈപ്പ് ഓഫ് കിളി ആയിരുന്നു. ക്ലൂ ആണ് അത്. പാട്ടുമായിട്ട് ബന്ധപ്പെട്ടോ? ഒരു 5 കിളി. മറ്റേ ഉത്തരം തെറ്റി. ആ, മറ്റേ കൗണ്ട് കിളിയായിരുന്നു. ആ കറക്റ്റ്. വാളിയ. വാളി ബസ്സിലെ കിളിയായിരുന്നു. അതെ, ഉത്തരം ശരി. ഞാൻ എടുത്തോ. അല്ല പിന്നെ വാളിയ 17 എടുക്കും. 17 എടുത്തോളി. ഇനി ഞാൻ വാ തുറന്നിട്ട് ക്ലൂ പറയാതായിരിക്കും നല്ലത്. അങ്ങനല്ലേ? 700 കുഴപ്പമില്ല. 700. വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് 700. കഴിഞ്ഞില്ലേ? മതി. എന്താ ഒരു ഇതില്ലാത്തത്? ജയിച്ചു ഓൾറെഡി ഓക്കെ, അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. We are the winners. കഴിഞ്ഞില്ലേ? ജയിച്ചില്ലേ? ഇനിയുണ്ട്. എങ്ങാനും ഒരു 1000 മുകളിലുള്ള സാധനം കിട്ടിയാലോ? 2000 വരെ ഉണ്ട് പോയിന്റ്. 0% വരെ പോയിന്റ്സ് ഉണ്ട്. അതേ ലീഡാവും. ഒറ്റ point. പക്ഷെ നിങ്ങൾക്ക് പറ്റൂലല്ലോടാ. 2000 വരെ. അതാ 2000 ഉണ്ടോ? ഇതൊരു ചളി ചോദ്യമാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ഉത്തരങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ ക്ലൂ. ഒരാൾക്ക് ഭയങ്കരമായിട്ട് വയറുണ്ട്. അപ്പൊ ടമ്മി ഫാറ്റ് വന്നു. അപ്പോ ഡോക്ടറിനെ പോയി കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഉജാല കുടിക്കാനായിട്ട്. ഉജാല എന്തുകൊണ്ടായിരിക്കും? ഉജാലയുടെ പരസ്യം ആലോചിച്ച് നോക്കാം അല്ലേ? ഉജാലയുടെ കളർ ആലോചിക്കേ. നീല. അതിന്റെ ഇംഗ്ലീഷ് നീല. ബ്ലൂ. ബ്ലൂ കുടിച്ചു. അപ്പൊ ബ്ലൂ ആയി വയറ്. വയറല്ല. ആദ്യം കുടിക്കുമ്പം ബ്ലൂ കളർ ആവുന്നത് എന്തിലായിരിക്കും? ഗ്ലാസ്സിലോ? ഇംഗ്ലീഷില്. A person with tummy fat went to a doctor saying that I want to reduce this. So the doctor suggested to drink Ujala. Why? Malayalam related. No, it's English also. English everything. It's kind of a Malayalam answer, but the word is in English. ഉജാല ശരിക്കും എന്തിനാ? അല്ല, ഉജാലയുടെ കളറ് നമ്മളുടെ ഒരു ശരീരഭാഗം. ചുണ്ട, താടിയ. എനിക്ക് വയ്യ. പല്ല. കൈ വെച്ചോട്ടോ. പറ. ബ്ലൂടൂത്ത് എന്താ സാധനം? ബ്ലൂടൂത്ത് എന്താ? 10 സെക്കൻഡ് ഉള്ളേ. 1 2 അതെ. പറ. ഇതെന്താ സാധനം? 5 6 7 ബ്ലൂടൂത്ത് ചെയ്തു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ എന്താ ആവുന്നത്? 10 കഴിഞ്ഞു. ഇനി നിങ്ങൾ 10 സെക്കൻഡ് വരും. 1 2 3 അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വരും 10 സെക്കൻഡ്. 4 5 6 7 അടിച്ചിട്ട് പറ. 8 ബസ് അടിച്ചു പറ. അല്ല 10 സെക്കൻഡിനുള്ളിൽ ഇങ്ങനെ പോകും. നിങ്ങൾ 10 ഇനി നിങ്ങൾക്ക് വരും. കൗണ്ട് ഡൗൺ ചെയ്യേ. അല്ല ബസ് അടിച്ചു. കൗണ്ട് ഡൗൺ 1 2 3 4 5 6 7 8 9 പേടാണോ? ബ്ലൂടൂത്ത് പേഡ് അല്ല. എന്നാ പോയി. ഇനി നിങ്ങൾക്ക് ഇതെന്താ? 1 അതില്ല. 2 3 4 വയർലെസ് ബ്ലൂടൂത്ത് 5 അവരാണ് ബസർ അടിച്ചിരുന്നത്. അല്ല ഇവനെ പറഞ്ഞു. എടാ ഞാൻ പറഞ്ഞടാ. ഇവരുടെ ടൈമിലാണ് നിങ്ങൾ പറഞ്ഞേ. ഇവരുടെ ടൈമിലാ പറഞ്ഞു. നിങ്ങൾക്ക് അതെങ്ങനെ പോയിന്റ് ടൈമിലാ ഇവര് പറഞ്ഞ. ഇവര് ഉത്തരം അസാധു എന്തായാലും ഞാൻ ഉത്തരം പറയാം. ഉജാല കുടിക്കുമ്പോ പല്ല് ബ്ലൂ കളർ ആവും. ഇപ്പൊ ബ്ലൂടൂത്ത് ഉജാല വയലറ്റ് കളറില്. ബ്ലൂ അല്ലേ? പോയിന്റ്സ് അല്ലേ പോയത്? അല്ല അത് കൊടുത്തേക്കാം അല്ലേ? അല്ല അത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കൊടുത്തേക്കാന്ന് പറഞ്ഞു. എന്തായാലും നമ്മളെ ഓ ഡാം. എത്രയാ?
600 ആ എടാ ഓസിന് കിട്ടിയ പോയിന്റ്. ഞങ്ങൾക്ക് അങ്ങനെ ഓസിനല്ല അളിയ, അങ്ങനെ പറയരുത്. പറയരുത്. അങ്ങനെ കിട്ടില്ല കേട്ടോ. ടാസ്കിൽ പറഞ്ഞ ഉത്തരത്തിന് അവർക്ക് അതന്നെ. പക്ഷെ അഫ്സൽ അഫ്സലിന് വേണ്ട. അതാണ് പറ്റിപ്പോയത്. അപ്പൊ ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് വേണ്ടിട്ടുണ്ട്. ഇത് ഈസിയാണേ. കുറച്ചൊന്ന് നമ്മളെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്കൊപ്പം ഓടാറുണ്ട് എന്ന് കരുതി ഞാൻ നടക്കാറില്ല, എനിക്ക് കാലുകളുമില്ല. ഐ റൺ വിത്ത്. ഒരു മിനിറ്റ്, ഫുള്ള് പറഞ്ഞ ചോദ്യം ഫുള്ള് ഞാൻ നിങ്ങൾക്കൊപ്പം ഓടാറുണ്ട് എന്ന് കരുതി നടക്കാറില്ല, എനിക്ക് കാലുകളുമില്ല. ഷൂസ്. ഇനി നിങ്ങൾക്ക് ഉത്തരം നടക്കാറില്ല എന്ന് പറഞ്ഞു. ഷൂ നടക്കും. നടക്കാറുണ്ട് എന്നല്ലേ പറഞ്ഞ? ഇല്ല, നടക്കാറില്ല. ഓക്കെ ചോദ്യം കേട്ടിട്ട് ഐ റൺ വിത്ത് യു means I move along with you, but I don't walk and I don't have legs. What is it? വാച്ചല്ല. വാച്ച് ഒരു ടെക്നിക്കലി യെസ് ആൻസർ ആണ്, പക്ഷെ അതല്ല. വാച്ചല്ല. അതെ ഉദ്ദേശിക്കുന്നത് പറയണമെന്നാണ്. ഉത്തരം പറയരുത്. അസാധു. 3 നമ്മൾ സഞ്ചരിക്കുന്ന ഒരു സാധനവുമായി ബന്ധപ്പെട്ടാണ്. 5 സൈക്കിൾ. ആ പറ. സഞ്ചരിക്കുന്നുണ്ടോ? 6 ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ നിങ്ങൾക്കൊപ്പം ഓടാറുണ്ട് എന്ന് കരുതി നടക്കാറില്ല, എനിക്ക് കാലുകളുമില്ല. പോയി. നിങ്ങൾ 10 seconds. ടൈം പോയി. ഇനി നിങ്ങൾക്ക് 10 seconds. പറയട്ടെ. മൊബൈൽ ഫോൺ ഇത് എനിക്ക് മാച്ച് ആകാൻ പറ്റുന്നില്ല ഈ ആൻസർ. ഞാൻ അങ്ങോട്ട് പോയി. നമ്പർ പ്ലേറ്റ്. അതെന്താ എനിക്ക് മനസ്സിലായിട്ട് സജാസിക്ക തന്നതാണ്. ഇതെന്തുവാടെ ഇത്? നമ്പർ പ്ലേറ്റ്. അങ്ങനെ പറഞ്ഞിരുന്ന കിട്ടിയേനെ അല്ലേ? റിലേറ്റ് ചെയ്യാൻ അല്ല, ഞാൻ നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കാറുണ്ട്. ഉണ്ടല്ലോ നമ്പർ പ്ലേറ്റ് സഞ്ചരിക്കാറുണ്ടല്ലോ. പക്ഷെ അവര് ഓടാറുണ്ട്. നിങ്ങളുടെ ഒപ്പം ഓടാറുണ്ട്. നമ്പർ പ്ലേറ്റ് ഓടാറുണ്ട്. ടയർ പറഞ്ഞു, ടൈം പറഞ്ഞു, വാച്ച് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. എന്റെ ടീം ആയതുകൊണ്ട് ഞങ്ങള് കാറ് പറഞ്ഞു, കാർ ഓടാറില്ല. അയ്യോ അതെന്താ? എടാ എനിക്കറിയത്തോ ഇതൊരു വിയേർഡ് ആൻസർ. അല്ലല്ല, ഇത് ശംഭുവും സജാസിക്കൻ തന്ന ചോദ്യമാണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് തെളിവില്ലല്ലോ. ഇങ്ങനത്തെ കൊനസ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോ ഞാൻ പറയും ഇത് ഏക്കത്തില്ലെന്ന്, പക്ഷെ വീണ്ടും തരും. ഡാൻസ് വേണമെങ്കിൽ സഭ കൊടുക്കും. പിടിച്ചോ. ഓക്കെ അപ്പൊ നെക്സ്റ്റ് 2 സ്റ്റെപ്പ് വെച്ചിട്ട് പോവാം. കാണിക്കും. എനിക്ക് ഇതിന്റെയും കൂടെ കുറവുള്ളായിരുന്നു. റെഡി ആയിട്ട് കളിച്ചോ. പാട്ട് പറ. ഞാൻ പാടാം ചുമ്മാ. അതാ പാട്ട് റെഡി. പാട്ട് വേറെ ഉണ്ട്. അപ്പൊ ഇതിന് ഞാൻ എന്തൊരു ഡാൻസ് കളിച്ചു? എനിക്കറിയില്ല. സിറാജ് പാട്ടല്ലായിരുന്നു സിറാജ്. സീരിയസ്. അപർണയ്ക്ക് എത്ര പോയിന്റാ? പോയി എടുത്തു പറഞ്ഞു. 1000. ഒരു വീട്ടിൽ ഒരു കണ്ടം പൂച്ച, അതായത് ആൺപൂച്ച ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ ഒരു ദിവസം ചക്കിപ്പൂച്ച വീട്ടിൽ വന്നു. അപ്പൊ കണ്ടം പൂച്ച കുറേ നേരം അവളെ നോക്കി നിന്നതിന് ശേഷം ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. എന്താ? കൈ വെക്കണ്ട കളിയാ. കളിയാ 7. മത്സരം മുറുകുകയാണ്. അവർക്ക് പോയിന്റുകൾ ഇനി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പഴയ കാലത്ത് കല്യാണ പന്തലുകളിൽ വാഴ കെട്ടിവെക്കുന്നത് എന്തിനായിരുന്നു? പുളി വേഗം വേഗം വേഗം. ഞാൻ പോവാ. നമുക്ക് പോവാം. എനിക്ക് ഫ്ലൈറ്റ് ആണ്. ഉത്തരം തന്നെയാണോ? അത് 100 ഉള്ള അളിയ. ലോകത്തിലെ ശക്തിശാലിയായ ഒരാൾക്ക് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത എന്നാൽ തീരെ ഭാരമില്ലാത്ത വസ്തു. വായു. ഞാൻ എടുത്തോളാം.
ഓക്കെ, അപ്പൊ 1-1 നിൽക്കുന്നത്. ഇതില് ഇനി അടുത്ത ചോദ്യത്തിൽ തെറ്റാണ് ടാസ്ക്. ഓ ഡാം. ഒരു വ്യക്തി പേഴ്സൺ 72 ജനിച്ചു, 57 മരിച്ചു. പക്ഷെ അയാൾക്ക് 42 വയസ്സുണ്ട്. അതെങ്ങനെ? ഫെബ്രുവരി ഡേറ്റുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഡേറ്റും സംഖ്യയായിട്ട് ബന്ധമില്ല. അയ്യോ കാൽക്കുലേറ്റർ തെറ്റാണ്. ഒരു ചോദ്യം ചോദിച്ചു. ഒരു ഞാൻ പറയാം. വ്യക്തി 72 ഒന്നുകൂടെ ചോദിക്കാം. കളിയാണ്. ഇങ്ങനെ വെച്ചു. ഒരു വ്യക്തി 72 ജനിച്ചു, എനിക്ക് പോലും 72 എന്നുള്ളത് എന്തു ആവാം. 57 മരിച്ചു, പക്ഷെ 42 വയസ്സുണ്ട്. അതെങ്ങനെ? ടോട്ടൽ വയസ്സ് 42. 42 വയസ്സുണ്ട് പുള്ളിക്ക്. ഈ ജനിച്ചത് ഇയർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തുവാ? ഓക്കെ, 72 and 52 ജസ്റ്റ് നമ്പേഴ്സ്. എന്തിന്റെ നമ്പർ ആണെന്ന് മാത്രം. ടൈമാണോ? അല്ല. എന്ത് ചളിയാടാ സഭ. 72 സെക്കൻഡില്. അയ്യോടോ 72 മിനിറ്റിൽ. എവിടെ ഒരു വ്യക്തി ജനിക്കുന്നേ? ബസറടിച്ചോ? എവിടെയാണ് ഒരു വ്യക്തി ജനിക്കുന്നത് അത് വെച്ച് ചിന്തിച്ചാൽ മതി. 10 സെക്കൻഡ് നിൽക്കണ്ട. അവര് പറഞ്ഞു 1. ഹോസ്പിറ്റലിലെ നമ്പർ ആയിരിക്കും. കറക്റ്റ്, ഹോസ്പിറ്റൽ. വാർഡ് നമ്പർ ആയിരുന്നു. ഞാൻ എടുക്കാം. അപ്പൊ നിങ്ങളാണ് ടാസ്ക് ചെയ്യേണ്ടത്. അവരെന്തായാലും പോയി ജയിച്ചു. കഴിഞ്ഞാൽ പിന്നെ അപ്പൊ നമുക്ക് ഇതായില്ലേ. ഒരു താറാവമ്മയും 3 മക്കളും കൂടെ റോഡ് ക്രോസ് ചെയ്ത് നടക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ അവര് വരിയായിട്ടല്ലേ പോകുന്നത്. അപ്പൊ ലാസ്റ്റ് നിൽക്കുന്ന ആള് പറഞ്ഞു, ഹോ ഭാഗ്യം, നമ്മൾ 5 പേരും കിട്ടി. നമ്മൾ 5 പേരും സേഫ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്തു. അതെന്താ അങ്ങനെ? അല്ല, ഞാൻ പറയാം. ലാസ്റ്റത്തെ താറാവ് നോണ പറഞ്ഞ സഭ. The last താറാവ് is lied. ഒന്ന് എടുത്തു. ഉത്തരം ശരിയാണ്, പക്ഷെ ചോദ്യം 15 ഉണ്ട്. സഭ ഞാൻ ജയിച്ചു ഓൾറെഡി. നല്ല ടീമായിരുന്നു കേട്ടോ. എത്ര We are the winners. എത്ര? നമ്മൾ ജയിച്ചത് 300. 300 ജയിച്ചേ. ടാസ്ക് ചെയ്യാൻ വന്നതായിരുന്നു. അതെ, എന്റർടൈൻമെന്റ്. അപ്പൊ എന്തായാലും കൊണ്ടൽ 13th റിലീസ് ആവുകയാണ് തിയേറ്ററിൽ. ഓൾ ദ വെരി ബെസ്റ്റ് യു ഗൈസ് ആൻഡ് ഫൺ അല്ലേ, അടിച്ചു പൊളിക്കാം. ഇനി ഫസ്റ്റ് കിട്ടിയവർക്ക് ഗിഫ്റ്റ് ഉണ്ട്, വരും. എടാ ഫസ്റ്റിന് വലുതാ. നമ്മൾ വിന്നോ ഇതാണോ ഫസ്റ്റ് പ്രൈസ്? ഓക്കെ, ഇങ്ങനെ പേപ്പർ മുകളിലോട്ട് എറിയട്ടെ. കിട്ടിയടാ സഭ. സെക്കൻഡ് അപർണ കൊടുത്തു. Come on guys, ഇത് നമ്മളുടെ എന്റർടൈൻമെന്റ് കഷ്ടപ്പെട്ട് കഴിവ് പുറത്തെടുത്ത് ഉണ്ടാക്കിയ സെക്കൻഡ് സ്ഥാനം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും പടം അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡ് തീരുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.